എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദം സർക്കാർ നിരോധിത ഭീകര സംഘടനകളുടെ കൂട്ടുപിടിച്ച് സ്കൂൾ മാനേജ്മെന്റിനെ സമ്മർദ്ദത്തിലാക്കാൻ നീക്കം. സ്കൂളിന്റെ അഫിലിയേഷൻ പുതുക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയ ഫയൽ മടക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ. പിന്നിൽ SDPN സ്കൂൾ PTA പ്രസിഡന്റ് ജോഷി കൈരവളപ്പിൽ. പിന്നെ നിരോധിത സംഘടനകളുടെ പങ്കും സംശയിക്കണമെന്നും PTA പ്രസിഡന്റ്. സർക്കാരിൻ്റെ ഭാഗത്ത് DEയുടെ കയ്യിൽ ഒരു റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ ഇൻസ്പെക്ഷനും കഴിഞ്ഞിട്ട് വരും. പക്ഷെ അതിനകത്ത് സുമേഷ് എന്ന് പറയുന്ന ഒരു ക്ലർക്ക് ഈ DEയും കൂടി ഒരു ഭീഷണി ഇനി ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, ഞങ്ങൾ ഞങ്ങൾ ഈ എക്സ്പ്ലനേഷൻ തന്നാൽ മാത്രം, അതായത് ഈ കുട്ടിയെ ഇവിടെ ഈ വേഷത്തിൽ ധരിപ്പിച്ചാൽ മാത്രമേ തരൂ എന്നുള്ളൊരു നിലപാടാണ് ഈ പറയുന്ന DE എടുത്തിരിക്കുന്നത്. അത് പൊതുസമൂഹം തിരിച്ചറിയേണ്ടതാണ്. ഇത്രയും കാലമില്ലാത്തൊരു വിഷയം ഈ സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലിരിക്കുകയാണ്. അവർ തരില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ്. അല്ലെങ്കിൽ അത് എന്തെങ്കിലും തരത്തിൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ ജിഹാദി ശക്തികൾക്ക് കുടപിടിക്കേണ്ട സമീപനമാണ് പിണറായി സർക്കാർ എല്ലാ കാലത്തും സ്വീകരിച്ചത്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു നീക്കം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അഫിലിയേഷൻ പുതുക്കാനുള്ള ഫയൽ പോലും മടക്കുന്ന ഒരു സമീപനം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതായത് ഇതിനെതിരെ വലിയ പ്രതിഷേധം സ്വാഭാവികമായും ഉയരുകയാണല്ലോ. കെ പി പറഞ്ഞതുപോലെ തന്നെ ഈ ജിഹാദി ശക്തികളുടെ അവർക്ക് കുടപിടിച്ചുകൊണ്ട് സ്കൂളിനെ സമ്മർദ്ദത്തിലാക്കി ജിഹാദി ശക്തികൾ എന്ത് ആവശ്യമാണോ ഉയർത്തിക്കൊണ്ടുവന്നത് ആ ആവശ്യം നടപ്പിലാക്കിക്കുക എന്ന ഒരു തന്ത്രം അല്ലെങ്കിൽ ആ ഒരു കാര്യം തന്നെയാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. അതിന് എല്ലാ മാർഗങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്നു. അതിലൊന്നാണ് ഈ സമ്മർദ്ദ തന്ത്രം. കാരണം CBSE അഫിലിയേഷൻ അത് ഓരോ 3 വർഷം കൂടുമ്പോൾ പുതുക്കേണ്ടതാണ്. ഈ സെന്റ് റീത്താസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അഫിലിയേഷൻ പുതുക്കുന്നതിന് മറ്റ് തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല. സാധാരണ നിലയിലുള്ള പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് അത് എല്ലാം പൂർത്തിയാക്കി അതിന് സ്കൂളിന് ലഭിക്കേണ്ടതുമാണ്. അത് ലഭിക്കുന്നതിന് തടസ്സങ്ങളില്ല എന്നത് തന്നെയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇതുവരെ അറിയിക്കുകയും ചെയ്തത്. എന്നാൽ ഈ ഒരു പ്രശ്നം ഉണ്ടായതോടുകൂടി അല്ലെങ്കിൽ ഹിജാബ് വിഷയത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സ്കൂളിൽ ബഹളമുണ്ടാക്കുകയും സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും അതിനെ തുടർന്ന് സ്കൂൾ 2 ദിവസം അടച്ചിടേണ്ടി വരുന്ന ഒരു സ്ഥിതിയെല്ലാം ഉണ്ടാക്കിയ ഘട്ടത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല PTA പ്രസിഡന്റ് അടക്കം ഇക്കാര്യങ്ങൾ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ അഫിലിയേഷന് വേണ്ടി പാസ്സാക്കിയിട്ടുള്ള ഫയലുകൾ അത് മടക്കാനുള്ള ഒരു നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ അഫിലിയേഷൻ അനുവദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പുതുക്കുന്നതിനുള്ള അനുമതി നൽകിക്കൊണ്ട് സ്കൂളിന് നൽകരുത്, അത് ഒന്നുകൂടെ പരിശോധിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് തടഞ്ഞു വെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോലും നീങ്ങുന്നു. അങ്ങനെ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ അവതാളത്തിലാക്കുന്ന വിധം നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഈ SDPI എന്നുള്ള സംഘടന, ആ സംഘടനയുടെ വിളയാട്ടം അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഷോൺ ജോർജ് പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ഒരു റോഡുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ പേരാണ് റോഡിനുള്ളത്, അത് മാറ്റാനുള്ള സമ്മർദ്ദമടക്കം ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യമടക്കം ഒരുക്കിയ ഭീകര സംഘടന, അവർക്ക് എല്ലാവിധ ഒത്താശയും സർക്കാർ ചെയ്യുകയാണ്, സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും KP, ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണമായും തന്നെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും ഒപ്പം തന്നെ തീവ്ര സംഘടനകളെയും എല്ലാം പരിലാളിച്ചു പോരുന്ന ഒരു നിലയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു. കാരണം ഇവിടെ തന്നെ ഈ ഹിജാബ് വിഷയത്തിൽ പ്രശ്നമുണ്ടാക്കുമ്പോൾ ഹിജാബ് ധരിച്ച് ഒരു പെൺകുട്ടി കഴിഞ്ഞ 7-ാം തീയതി എത്തുന്നു, 8-ാം തീയതി അത് വീണ്ടും, അതായത് സ്കൂൾ അധികൃതർ ഇക്കാര്യം വിലക്കുന്നുണ്ട്. സ്കൂളിൻ്റെ യൂണിഫോം കോഡിനെ ബാധിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. ഇവിടെ ഒരു യൂണിഫോം കോഡ് പാസ്സാക്കി അത് നിയമമുണ്ട്, അത് പാലിച്ചു വരുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികളും ജാതി മതഭേദമന്യേ വിദ്യാർത്ഥികൾ പാലിക്കുന്നതാണ്. ഓരോരുത്തരും അവരുടെ മതാചാര പ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകരുത്. അത് സ്കൂളിൻ്റെ അച്ചടക്കത്തെയും ഏകീകൃത സ്വഭാവത്തെയും ബാധിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹിജാബ് ധരിച്ചു വരരുത് എന്ന കർശനമായി തന്നെ അധ്യാപകർ നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ 7-ാം തീയതി ആദ്യമായി വരുമ്പോൾ, കഴിഞ്ഞ 4 മാസത്തിന് ശേഷം കുട്ടി ആദ്യമായി ഈ വർഷമാണ് അഡ്മിഷൻ നേടുന്നത്. ഈ 4 മാസവും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യം കുട്ടി വാക്കാൽ പോലും ഉന്നയിക്കുക ചെയ്തിട്ടില്ല. എന്നാൽ ഒരു
ആസൂത്രിത നീക്കം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു. അതിനുശേഷം ഇതൊരു പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരണമെന്ന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു. അങ്ങനെ ആ കുട്ടി ഇത്തരത്തിൽ ഹിജാബ് ധരിച്ചെത്തുന്നു. അടുത്ത ദിവസം 8-ാം തീയതി വീണ്ടും അതേ ധിക്കാരത്തോടു കൂടി രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് അതേ നടപടി ഉണ്ടാകുന്നു. കുട്ടി ഹിജാബ് ധരിച്ച് തന്നെ എത്തുന്നു. രക്ഷിതാക്കളോട് ഇക്കാര്യം സംസാരിക്കുമ്പോൾ അത് മതപരമായ കാര്യമാണ്, മതപരമായ കാര്യങ്ങളിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല, ഹിജാബ് ധരിക്കാതെ വരാൻ കഴിയില്ല, ഇനിയുള്ള ദിവസങ്ങളിൽ തങ്ങൾ അങ്ങനെ തന്നെയാണ് വരിക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ ഈ സ്കൂളിൽ പഠിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാനാകില്ല എന്ന കാര്യം മാനേജ്മെന്റ് വ്യക്തമാക്കി. കാരണം സ്കൂളിന്റെ നിയമങ്ങൾ പാലിക്കാതെയും സ്കൂളിനെ ധിക്കരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ വെള്ളിയാഴ്ച 10-ാം തീയതി വലിയ സംഘർഷങ്ങൾ അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും SDPI പോലുള്ള ഗ്രൂപ്പുകളും എല്ലാം തന്നെ ചേർന്ന് സംഘടിപ്പിച്ചത്. അവിടെയാണ് PTA പ്രസിഡന്റ് ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം നിലനിൽക്കുന്നത്. തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ പങ്കാളിത്തം കൂടി അന്വേഷിക്കണം, അവരാണോ ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നതും സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. സർക്കാരിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.